നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതി അഷ്കറിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്ത്. അഷ്കർ കുഞ്ഞിനെ നിരന്തരം ക്രൂരമായി മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന സ്വന്തം മാതാവും സഹോദരിയുടെയും വെളിപ്പെടുത്തൽ. നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കേസിലെ പ്രതിയായ അഷ്കറിനെതിരെ സ്വന്തം കുടുംബം തന്നെ രംഗത്തെത്തി കഴിഞ്ഞു. അഷ്കർ കുഞ്ഞിനെ നിരന്തരം ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്ന അമ്മയും സഹോദരിയും വ്യക്തമാക്കി. ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുന്നതിന് പോലും ഈ പിഞ്ചു കുഞ്ഞിനെ അഷ്കർ അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു. പലതവണ അവൾ അമ്മുമ്മ തള്ളയും അമ്മയും പലതവണ സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അഖിലയും അഷ്കറും ഇങ്ങനെ ഈ ചുള്ളി കമ്പെടുത്ത് അടിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. എനിക്ക് ബലമായ സംശയമുണ്ട്. ഇവൻ ആഹാരം നിർത്തിയിട്ട് ഇവൻ കസേരയിലിരുന്നാണ് വാരി കൊടുക്കുന്നത്. ആ കയ്യിൽ ഒരു ചുള്ളി കമ്പ് കാണും ഇവൻ്റെ കയ്യിൽ. അത് വിരട്ടിയാണ് ഇവൻ വാരി കൊടുക്കുന്നത്. കൊടുത്ത് അങ്ങനെ നിന്നിട്ട് ഇവന് കഴിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ദേഷ്യം വന്ന് ഇവൻ ചവിട്ടിൽ മറിഞ്ഞ് വിടുന്ന് തീർന്നതാണോ എന്നും എനിക്കറിയാൻ വയ്യ. കഴിഞ്ഞ കുറെ നാളുകളായി കുഞ്ഞിന് നേരെ ക്രൂരമായ ശാരീരിക ഉപദ്രവങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് ഇവരുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത്. സമാനതകളില്ലാത്ത ക്രൂരതയാണ് കുഞ്ഞ് നേരിട്ടത്. മർദ്ദനമേറ്റ് കുഞ്ഞിന്റെ കൈ ഒടിഞ്ഞിട്ട് പോലും ആശുപത്രിയിലെത്തിക്കാൻ അഷ്കർ തയ്യാറായില്ല. ഒടിഞ്ഞ കൈയുമായി ഒരാഴ്ചയോളമാണ് ആ പിന്നുകുഞ്ഞ് വേദന സഹിച്ചത്. അതിനുശേഷമാണ് ആശുപത്രിയിലെത്തിക്കാൻ പോലും ഇയാൾ തയ്യാറായതെന്നും അഷ്കറിന്റെ സഹോദരി വ്യക്തമാക്കുന്നു. കൊച്ചിൻ്റെ കയ്യിൽ നീരുണ്ടായിരുന്നു. ആ സമയത്ത് ഇതെന്താണ് കൊച്ചിൻ്റെ കയ്യിൽ നീരെന്ന് കേട്ടപ്പോൾ പറഞ്ഞത് സൈക്കിളിൽ നിന്ന് വീണതാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു കയ്യിൽ നീരുള്ളായിരുന്നുള്ളൂ. പിന്നെ പിറ്റേ ദിവസമായപ്പോൾ ഇപ്പുറത്തെ കയ്യിൽ നീരായി. അപ്പം ഞാൻ പറഞ്ഞ് കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അമ്മ എന്ന് പറയുന്ന അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ചയോളം ഞാനിങ്ങനെ തുടരെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരാഴ്ചക്ക് ശേഷമാണ് കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയത്. നീര് വന്നിട്ട് കുട്ടി ആ കയ്യിൽ നീര് തൊടുമ്പോഴൊക്കെ കൊച്ചിങ്ങനെ നമ്മളെ കയ്യിലൊക്കെ ഇങ്ങനെ നമ്മളെ വാവച്ചിന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിക്കുമ്പോഴും കൊച്ചു കരയുമായിരുന്നു. ആ പരുവാകുന്നവർ ഈ കുട്ടിയെ കൊണ്ടുപോയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞ് ആശുപത്രിയിൽ എങ്ങനെയാണ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് കൊണ്ടുപോയി. അപ്പോഴേ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ സൈക്കിളിൽ നിന്ന് വീണു എന്നാണ് പറഞ്ഞത്. സ്വന്തം കുടുംബാംഗങ്ങളുടെ തന്നെ മൊഴി പുറത്തു വന്ന സാഹചര്യത്തിൽ കൂടുതൽ തെളിവെടുപ്പുകളിലേക്ക് കടക്കാനിരിക്കുകയാണ് നെടുമങ്ങാട് പോലീസ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.